എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് UPI പേയ്മെന്റുകളുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും വ്യക്തികൾ തമ്മിലുള്ള സാധാരണയായിട്ടുള്ള ഇടപാടിന് പ്രതിദിന പരിധി 1 ലക്ഷം രൂപയായിട്ട് തുടരുന്നതാണ്. ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നികുതി അടയ്ക്കൽ, ഇൻഷുറൻസ് എന്നിവയ്ക്കുള്ള പരിധി 5 ലക്ഷം രൂപ വരെ ഉയർത്തിയിട്ടുണ്ട്. ഒരു ദിവസം പരമാവധി 20 ഇടപാടുകൾ മാത്രമേ നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻകം ടാക്സുമായി ബന്ധപ്പെടുത്തി നാം പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന UPI ഇടപാടുകൾ ഇൻകം ടാക്സ് നിരീക്ഷിക്കുന്നുണ്ട്. പരിധി ലംഘിച്ചാൽ അക്കൗണ്ടിലെ പണത്തിന്റെ സ്രോതസ് വ്യക്തമാക്കുവാൻ കഴിയാത്ത വലിയ തുകയുടെ ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇൻകം ടാക്സ് നോട്ടീസ് ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സമ്പാദ്യത്തിന് ആനുപാതികമല്ലാത്ത വലിയ ഇടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായിട്ടുള്ള രേഖകൾ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഏപ്രിൽ 1 മുതൽ വന്നിട്ടുള്ള മറ്റു ചില മാറ്റങ്ങൾ പരിശോധിക്കുമ്പോൾ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വലിയ തുകയുടെ ഇടപാടുകൾക്ക് പിൻ കൂടാതെ OTP അല്ലെങ്കിൽ ബയോമെട്രിക് വെരിഫിക്കേഷൻ കൂടി ആവശ്യമായിട്ട് വരുന്നതാണ്. പുതിയ ഉപഭോക്താക്കൾ പുതുതായിട്ട് UPI ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്കോ ആപ്പ് വീണ്ടും റീഓപ്പൺ ചെയ്യുന്നവർക്കോ ആദ്യത്തെ 24 മണിക്കൂറിൽ 5000 രൂപയുടെ ട്രാൻസാക്ഷൻ മാത്രമേ നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇനി മുതൽ UPI പിൻ മാത്രം ഉപയോഗിച്ച് പണം അഴിക്കുവാൻ സാധിക്കുന്നതല്ല. പകരം ഓരോ ഇടപാടിനും പിന്നിന് പുറമെ ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ ഫേസ് ID അല്ലെങ്കിൽ OTP കൂടി ആവശ്യമാണ്. ഓൺലൈൻ തട്ടിപ്പുകൾ കുറയ്ക്കുന്നതിന് RBI ഈ ഇരട്ട സുരക്ഷാ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ UPI ATM ചാർജുകളുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ ഡെബിറ്റ് കാർഡ് ഇല്ലാത്ത QR കോഡ് സ്കാൻ ചെയ്ത് ATMൽ നിന്ന് പണം പിൻവലിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പ്രതിമാസ സൗജന്യ പരിധിയിൽ ഉൾപ്പെടുന്നതാണ്. സൗജന്യ പരിധി കഴിഞ്ഞാൽ ഓരോ പിൻവലിക്കലിനും ഏകദേശം 23 രൂപയും നികുതിയും ഈടാക്കുന്നതാണ്. നിങ്ങൾ ഒരു പുതിയ ഫോൺ വാങ്ങുകയോ അല്ലെങ്കിൽ UPI ആപ്പ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്താൽ ആദ്യത്തെ 24 മണിക്കൂർ നേരത്തേക്ക് പരമാവധി 5000 രൂപ മാത്രമേ നമുക്കിവിടെ കൈമാറുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. പണം കൈമാറുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട വസ്തുതകൾ നോക്കുമ്പോൾ പണം അയക്കുന്നതിന് മുമ്പ് സ്വീകർത്താവിന്റെ ബാങ്ക് രേഖകളിലുള്ള പേര് സ്ക്രീനിൽ തെളിയുന്നതാണ്. തെറ്റായ അക്കൗണ്ടിലേക്ക് പണം പോകുന്നത് ഒഴിവാക്കുവാൻ ഈ സംവിധാനം സഹായിക്കുന്നതാണ്. 1 വർഷത്തിലധികമായിട്ട് ഇടപാടുകൾ ഒന്നുമില്ലാത്ത UPI ഐഡികൾ ബാങ്കുകൾ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ റദ്ദാക്കുന്നതാണ്. പഴയ മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ദുരുപയോഗം തടയുവാനാണ് ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നത്. ഒരു ദിവസം ഒരു ആപ്പ് വഴി പരമാവധി 50 തവണ മാത്രമേ ബാലൻസ് പരിശോധിക്കുവാൻ സാധിക്കുകയുള്ളൂ. 2026 ജൂലൈ മുതൽ ബാങ്കുകളുടെ സുരക്ഷാ പിഴവ് മൂലം UPI തട്ടിപ്പിനിരയായാൽ നിശ്ചിത തുക വരെ നഷ്ടപരിഹാരം ലഭിക്കുവാൻ പുതിയ നിയമങ്ങൾ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.